ഹായ് ഗൈസ്, നട്ടപ്പുറ നിലത്ത് ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ട് പോവുകയെന്നായിരിക്കും ചിന്തിക്കുന്നത്. നമ്മൾ ലോധി ഘാട്ടിൽ പോവുകയാണ്. നമ്മളൊന്ന് ലോധി ഘാട്ട് വരെ പോവുകയാണ്. അവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കഥ അതാണ്. കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടാൻ ഒരു പ്ലാൻ ഇട്ടു. അതിൽ ഫോണൊക്കെ ഒന്ന് കേടായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് നമ്മളിന്നിപ്പോൾ പുറത്ത് പോവുകയാണ്. ഇവിടെ കോളേജിലൊരു എക്സിബിഷൻ ഉണ്ട്. കോളേജിൽ നിന്നൊരു എക്സിബിഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എക്സിബിഷൻ്റെ പേരൊന്നും ഓർമ്മയില്ല. വിളിച്ചു പോകുന്നു. ഞങ്ങളിനി ജഹാംഗീർ വരെ പോകണം. പിന്നെ ജഹാംഗീർ വരെ പോയിട്ട് അവിടെ കാണാം. സമയം 12 മണി. ചുട്ടലില് എല്ലാം കൂടി ഇവിടെ നിൽക്കുക. ഇപ്പത്തെ ഈ ഭിത്തിയുടെ മറവിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കണത്. ഇപ്പോൾ ഒരു ഈക്കോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. റസ്ക് സാപ്പിട മാതിരിടാ. വണ്ടി എപ്പോ വരും എന്തോ. എടാ അവരൊന്നും കേറ്റത്തില്ലടാ. ഓട്ടോ കിട്ടി. നല്ല സന്തോഷമുണ്ട്. ഇയാൾ വണ്ടി നിർത്തിയോണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ അവിടെ വെന്തിരുന്ന് ചത്തനെ. ഒന്നാമത് കറുത്ത ടീഷർട്ട് ഇട്ട് വന്നേക്കോ ബുദ്ധിമാൻ വാസ്. ഇനി ജഹാംഗീർപുരം എത്തിട്ട് ഇനി ബാക്കി മാസം അവിടെ വെച്ച് കാണാം. ചൂടിന്റെ യാത്ര കഴിഞ്ഞ് ഇപ്പൊ കരിമീൻ ജ്യൂസ് കുടിക്കുക. ഇതിന് എത്ര രൂപയെന്ന് പറയാൻ പറ്റുമോ? ഗൈസ് കുടിക്കുകയാണ്. ആ സന്തോഷം കണ്ടോ എൻ്റെ മുഖത്ത്. പിന്നെ എൻ്റെ കാശും കൊണ്ട് കൊടുത്തോ. മെട്രോ സ്റ്റേഷൻ എത്തി. ചൂട് 37 ഡിഗ്രിയോ 38 ഡിഗ്രിയോ എന്താണ്. ഇപ്പൊ കുറയും മെട്രോക്കകത്ത് ഇപ്പൊ കുറയും. ചൂട് അത്രയും നല്ല സുഖം കൊണ്ട് മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. മേടിക്കും. വലിയൊരു എസ്കലേറ്റർ. ഇനി ഇവിടുന്ന് ഡൽഹി ലോധി ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു എക്സിബിഷൻ സെറ്റിനെ പറ്റിയിട്ടുള്ളതെന്ന് മാത്രം അറിയാം. എന്നാണ് എൻ്റെ കൂട്ടുകാരനെ ഞാൻ പറഞ്ഞത്. യെസ്, അങ്ങനെയാണ് ഗ്രൂപ്പിലിട്ടേക്കുന്നത്. അങ്ങനെയാണ് മാമും പറഞ്ഞത്. ഗ്രൂപ്പിൽ എന്ത് കണ്ടു അത് മാത്രം ഞങ്ങൾ കണ്ടുപോകുന്നതാണ്. നമ്മൾ വേറൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നാണല്ലോ ആരോ പറഞ്ഞ കാരണം ഞങ്ങൾ പോകുന്നു. ഇനി ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി കമ്പാനിയൻസിനെ കണ്ടുപിടിക്കട്ടെ എവിടെയാണോ എന്തോ. ഖാൻ മാർക്കറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ഖാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1984 ഇങ്ങനെ സാധനം ഇവിടെ ഇല്ല. ശരിക്കും ഞാൻ കണ്ട ഈ അടുത്ത കണ്ടു തുടങ്ങിയതാണ് കുറെ പുതിയ സാധനങ്ങളൊക്കെ വെച്ച്. ഈ ഖാൻ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഈ പൈസക്കാര്, ഡിസൈനേഴ്സ്, പിന്നെ ആരുണ്ടാ, പിന്നെ നമ്മളെ പോലുള്ള സ്റ്റുഡൻസ്, അവരൊക്കെ ഇങ്ങനെ ചെറിയ ഷോപ്പുകളും ലക്ഷറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഒരു ഫ്ലവർ ഷോപ്പാണ്. എവിടെ ഫ്ലവർ ഷോപ്പ്? ഒരു ചെടിക്ക് അവൻ പറഞ്ഞ എത്ര 650 രൂപ. ചെടി എന്ത് അതെ കണ്ടു. ഇപ്പൊ ഒന്നും വെച്ചിട്ടില്ല, വാടിപ്പോയിന്നുണ്ട്. ഇപ്പൊ ഖാൻ മാർക്കറ്റിന്റെ അവിടെ സ്റ്റാർബക്സിന്റെ അവിടെയാണ് ഞങ്ങളുടെ കൂട്ടുകാരന്മാരിരിക്കുന്നത്. കൂട്ടുകാരന്മാരല്ല, ക്ലാസ്മേറ്റ്സ്. അവരെവിടെയാണ്? സ്റ്റാർബക്സിൽ അവര് പോകൂ. അതെ അതെ, ഞാനിപ്പോ ഇവനോട് പറയുന്നത് ഒരു കപ്പ അവിടെ നിർത്തിട്ട് ഇവിടെ പുറത്തുനിന്ന് നിറച്ചു കുടിക്കാണ്. ഞങ്ങൾ സ്റ്റാർബക്സിൽ പോയാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നു. സുഹൃത്തുക്കൾ അവിടെ ഇതാണ് S23 അൾട്രാ. അതെ കണ്ടോ കണ്ടു. സുഹൃത്തുക്കൾ വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് കയ്യിൽ സൂട്ട് കേസൊക്കെ ഉണ്ട്. കണ്ടോ, സൂട്ട് കേസും പിടിച്ച് ഗരിമ നിൽക്കുന്നു. അപ്പുറത്താനും മോള് നിൽക്കുന്നു. ഗരിമ ഞങ്ങൾ CR ആണത്. CR അനുമോൾ. ദിസ് ഈസ് അനുമോൾ. ഹായ് അനുമോൾ. CR Where is the place? Looking lot of have a confirmation that we were there. കൺഫർമേഷൻ. മാം പറഞ്ഞു എല്ലാവരും വന്നു കൺഫർമേഷൻ വേണമെന്ന്.
എൻ്റെ അടുത്ത കൂട്ടുകാരൻ വംശി, നിങ്ങൾ കണ്ടു കാണും. വംശി കരൻ. ദിസ് ഈസ് വംശി. മച്ചാ വ്ളോഗിംഗ്. The joy of creating art of that era. So around the time when the German was built, about 1870, 1850. I thought if all the art looks like it was made then. And the second thing was, I wanted to mimic all these drawings. So I made a city in Jaipur came up. So it's very interesting. And we were asked to curate and design the entire museum complex by the Chief Secretary of Rajasthan. Much later. എക്സിബിഷൻ കഴിഞ്ഞായിരുന്നു. നല്ലൊരു സെറ്റ് എക്സിബിഷൻ ആയിരുന്നു. ഇവിടെ എല്ലാവരും ഇരിക്കുന്നില്ല. മോനെ അഫ്നാനെ നിനക്ക് വയ്യേടാ. എക്സിബിഷൻ കണ്ട് ചെക്കന് മോട്ടിവേഷൻ അടിച്ച് വയ്യാണ്ട് ഇപ്പൊ തലയ്ക്ക് അസുഖ എല്ലാത്തിനും അവസ്ഥ. ഫുഡ് കഴിക്കാൻ പോവാ. നമ്മളിപ്പോ കേരള ഫുഡ് പോകും. എന്താണ് നിങ്ങൾക്ക് പറയാ? എക്സിബിഷൻ എന്താണ് നിങ്ങൾക്ക് പറയാ? പറയാ Very fantastic, fabulous and elastic. കുറിച്ച് എക്സിബിഷൻ എങ്ങനെയുണ്ടായിരുന്നീ? സൂപ്പർ. സത്യസന്ധമായിട്ട് അതിനെ വെയിറ്റ് നോക്കുന്നു, അത് നോക്കുന്നു, ഇവര് നോക്കുന്നു. 52. എടാ 52 വേണ്ട 55. അല്ല ഒരു കണക്ക് ആവറേജ് ഞാൻ പറഞ്ഞു. അത് കറക്റ്റാ. നമ്മൾ INA-ലെത്തി. കേരള ഹോട്ടലെത്തി. Of course I am thrilled. Why shouldn't I be thrilled? കൂടിയിട്ട് INA-ലെത്തി, കേരള ഹോട്ടലെത്തി. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഉള്ളിൽ കയറി നോക്കണം. ഇവിടെ ബാലുവിന് 3 പഴംപൊരി. പഴംപൊരി, ബോണ്ട, വട, പരിപ്പ് വട. പഴംപൊരി 5 പോരട്ടെ. എന്താണ് പഴംപൊരി? പരിപ്പട എന്താണെന്ന് വെച്ചാൽ കയറുക, പൈസ കൊടുക്കുക, തിന്നുക. ഹോട്ടൽ ചേട്ടനെന്ത് നമ്മുടെ ചേട്ടനെങ്കിൽ ചേട്ടാ. ഇതാണ് ഞങ്ങളുടെ കേരള ഹോട്ടല്. ടാറ്റ. കേരള ഹോട്ടൽ 2.0. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് എല്ലാവരും പഴംപൊരിയും ലൈമും ചായ, ചായ, കാപ്പി. ഈ കുട്ടി ആദ്യമായിട്ടാണ് പഴംപൊരി കഴിക്കുന്നത്. അപ്പോൾ ഈ പഴംപൊരി അപ്രൂവ്ഡ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്കെന്തായാലും അയ്യോ അഫ്നാനെ കൊടുത്തറോ? അതിന് അഫ്നാൻ പഴംപൊരി പൊറോട്ട മാതിരി തിന്നുന്നു. അവിടെ നിന്റെ പഴംപൊരി ചിരിച്ചോണ്ട് അഫ്കോഴ്സ് ടാഗ് ചെയ്തിരിക്കും. ഇതെത്രയായി മൊത്തം? മൊത്തം കൂടി 1000 രൂപയ്ക്കുള്ള ലാഭം ഞങ്ങൾ ഉണ്ടാക്കിയെന്നു. 1000 സംതിങ്. ഇല്ലേ 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 എടാ 2000 രൂപ കച്ചവടം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. 2000 രൂപ. ഇപ്പം 1000 രൂപ കച്ചവടം ഉണ്ടാക്കി. അടുത്ത പ്രാവശ്യം 2000 വേണം. ഡീലാക്കാം. ഞങ്ങളെന്നാ പോട്ടെ. ടാറ്റാ ബൈ. കുറേ നാൾക്ക് ശേഷം പാലരുമ കിട്ടി. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം കിട്ടി. സൂത്രന് ശരി എന്തേടാ മായാവി. എന്താ ഉറക്കണ നോക്കി അടിച്ച് എന്താ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. പോയളിയാ മെസ്സി ചതിച്ച് മാറ്റി കള്ള. നിങ്ങളെന്താ വാങ്ങിയേ? ഒന്നും വാങ്ങിയില്ലേ മോളെ? എന്ത് വാങ്ങി? ഇവിടെ എന്തി മണപ്പിച്ചു കൊടുക്കുന്നത്? അതെ അതെ മണമുണ്ട്. നീ എന്തെടുത്ത്?
ഡി ഇവരിങ്ങനെ മണലുകളടാ വേഗം ഇതെന്താ തേൻ മുട്ടായി എടുക്കടി. എന്നാ മാർബിൾ കേക്ക് എടുക്ക്. എന്നാ പഴമുണ്ട് ഇവിടെ. ടാറ്റാ എടി ഞങ്ങള് പോണുട്ടാ. ടാറ്റാ. ഒരാളുണ്ടായിരുന്നല്ലോ ഒളിച്ചിരിക്കുന്ന കോളിലുള്ള ടാറ്റ പോട്ടറാ. ഞങ്ങള് പടക്കം ഇട്ടുവാ. നീ എങ്ങട്ടാ? നീ എൻ്റെ ഒപ്പല്ലേ? ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വിജർബിസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. മെട്രോ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവർ ഫൈൻ തരും. ആയതിനാൽ ഫൈൻ നിങ്ങൾ തരാത്തതുകൊണ്ടും ഫൈനുള്ള പൈസ നിങ്ങൾ തരാത്തതുകൊണ്ടും ഞങ്ങളുടെ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ എടുത്തില്ല. ഇപ്പം ഞാനും ആൽബിയും മെട്രോ കഴിഞ്ഞ് വീട്ടിൽ എത്താറായി. ആൽബി ഫുഡും കൊണ്ട് സൈഡാണ് പോണത്. നീ ഇങ്ങനെ ഇതാവല്ലേ, തളക്കല്ലേ. ദിസ് ഈസ് റാങ്. അങ്ങോട്ട് പോണ റൂട്ടിൽ കൂടെ കിടക്കട്ടെ, ചിലപ്പോ അതിന്റെ അകത്തേക്ക് പോയി. എന്നിട്ട് ഇപ്പൊ മഞ്ഞുമേൽ ബോയ്സ് ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇത് കാനേമേൽ ബോയ്സ് ആയേനെ. അപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സംരംഭിക്കുന്നു. ബൈ.